ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SS ഗെയിമിംഗ്. ഇന്ത്യൻ ടഫ് ടോട്ടയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കുറേ ദിവസമായി ജിമ്മിനൊക്കെ പോയിട്ട് നമ്മളെ ഈ വീട്ടിൻ്റെ സൈഡിൽ തന്നെ ജിമ്മ്. ഇപ്പോൾ 2-3 റണ്ണിങ്ങൊക്കെ ചെയ്യാം ഗൈസ്. ഉണ്ടോ ഡംബലൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ നമ്മളെ വീട്ടിൻ്റെ അടുത്ത്. ഗൈസ് നമ്മൾക്ക് ഒരുപാട് റണ്ണിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. ഇനി മതി ഗൈസ്, ഇത്രയൊക്കെ മതി. നല്ല വ്യൂ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ താഴത്തേക്കൊന്ന് പോയിട്ട് വരാം. ഗൈസ് നമ്മളെ താഴത്ത് വാസേട്ടുണ്ട് ഗൈസ്. ഹലോ വാസേട്ട. എന്താണ് പ്രശ്നം? വാസേട്ട നമുക്കൊന്നും പണിയില്ല, അതിൽ പണി ഒപ്പിച്ചായോ? നമ്മളൊന്ന് കുളിക്കാൻ പോയിട്ട് വരാം. നല്ല എന്താ തണുപ്പ് വെള്ളത്തിന് ഗൈസ്, നല്ല തണുത്ത വെള്ളം ഗൈസ്, കുളിക്കാനൊക്കെ നല്ല സുഖം. ഇത്രയൊക്കെ മതി, നീച്ചു പോകാം. ഇപ്പോൾ നമ്മുടെ അവിടെ ജീപ്പ് കിടക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച മോഷ്ടിച്ച ഒരു ജീപ്പാണ്. വാസായിട്ട് ഇതിൽ പണി കിട്ടിയോ? ഒരു പണിയുണ്ട്. ഞാൻ ഒരു ലൊക്കേഷൻ വിട്ടാനൊക്കെ ഒരു 3 സ്ഥലത്തായിട്ട് ഒരു അടിപൊളി പൊളിക്കാച്ച സാധനങ്ങളുണ്ട്. സാധനം വെച്ചാൽ അടിപൊളി കാറുകളാണ്. എൻ്റെ ഫോണിൽ ആ ലൊക്കേഷൻ വിടാം, ഇത് നോക്കിക്കോ. ഗായ്സ് നമ്മൾ വാസായിട്ട് നമുക്ക് പണി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നപ്പോൾ എന്ത് ചെയ്യും ഗൈസ്? വാസായിട്ടും പണി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഒന്ന് ഡ്രസ്സ് മാറാൻ പോകാം. ഒരു കണ്ണാടും മാസ്കൊക്കെ വെക്കണം ഗൈസ്. അപ്പോൾ മറ്റേ പറഞ്ഞാൽ ഒരു ബ്ലാക്ക് കണ്ണാട വെക്കാം ഗൈസ്. ഒരു ബ്ലാക്ക് കണ്ണാട കുഴപ്പമില്ലാത്ത ഇതുണ്ട്. പിന്നെ ഒരു മാസ്ക് ഗൈസ്. പിന്നെ ഇതിലും വൈറ്റ് കളി ഷർട്ട് എടുക്കാം. പിന്നെ ഇത് മതി ഗൈസ്, കാരണം തിരിച്ചറിയണില്ല. അപ്പോൾ നമുക്ക് പണി പോകാം. നമ്മൾ ഗരാജിലൊരു സൈക്കിൾ എടുക്കുന്നുണ്ട് ഗൈസ്, ഒരു ബൈക്കും. നമ്മൾ ലൊക്കേഷൻ വാസട്ടം അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പോവാം ഗൈസ്. നമ്മൾ ഇട്ടിട്ടുണ്ട് ഒരു ബൈക്ക്. കുറച്ച് പോവാണ്ട് ഗൈസ്. ലൊക്കേഷൻ നമുക്ക് വിട്ടാന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ കിടക്കാച്ച് ജീപ്പ് അവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പം അത് വേണ്ട, നമുക്ക് പെട്ടെടുത്ത് പോവാം ഗൈസ്. നമ്മൾ എത്താറായിക്കണം ഗൈസ്, കുറച്ചുകൂടിയും പോവാണ്ട്. അത് നമുക്കൊരു വളവ് ആയിരിക്കുള്ളൂ ഗൈസ്. നമുക്ക് എത്തും ഗൈസ്. നമ്മളെ ബാക്കിൽ കിടക്കാച്ചൊരു പോർഷ് എടുക്കുന്നുണ്ട് ഗൈസ്. ഒരു സിൽവറായിട്ട് ഒരു പോർഷ്, മോനെ സെറ്റ് സാധനം ഗൈസ്. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഓരോടെ എൻ്റെ വണ്ടിമ്മ തോന്നണേ ഗൈസ്. ഇതിൻ്റെ മുതലാളി അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ആ സ്നൈപ്പറായിട്ട് ഒന്ന് വെടിയേക്കാം ഗൈസ്. ഓൻ്റെ സൈഡിൽ ഒന്ന് വെടിയേക്കാം ഗൈസ്. പിന്നെ ചത്തി എടുക്കും ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്ക് പോവാം ഗൈസ്. നമ്മൾ ഈ പോർഷായിട്ട് നമ്മൾ പോകുന്നു ഗൈസ്. പോവുക ഗൈസ് ഇവിടുന്ന്. ഗൈസ് മറ്റവൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, ഇവനോട് ഇടിക്കുക ഗൈസ്. നമ്മൾ ഇടിക്കണേ ഗൈസ്. 2-3 ഇടിയൊക്കെ കൊടുക്കാം. ഇടിച്ച് സോൻ ചത്തിരിക്കുന്നത് ഗൈസ്. പോലീസൊക്കെ വരുന്ന സൗണ്ടൊക്കെ ഉണ്ട്. നമ്മളൊരു വണ്ടി ഗൈസ്, പോലീസ് പോലീസ് നമ്മളെ തല്ലാൻ വരുന്നു. നമ്മളെ സൈഡിൽ മരിക്കും ഗൈസ്. നമ്മൾ ബാറ്റിട്ട് തല്ലണം ഗൈസ്. നമ്മൾ RPG എടുക്കുക ഗൈസ്.
ഗൈസ് RPG എടുത്തിട്ട് പോലീസിനെ നമുക്ക് മേടിക്കാം ഗൈസ്. പോലീസിനെ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഗൈസ് രണ്ടാമത്തെ ഒരു പോലീസ് വന്നിട്ടുണ്ട് ഗൈസ്. ഓനും മേടിച്ച് RPG ആയിട്ട് ഗൈസ് ഇവിടുന്ന് പോവാം ഗൈസ്. നമ്മളെ പിന്നാലെ ഒരുപാട് പോലീസ് വന്നിരുന്നു. അപ്പം നമ്മളിവിടെ ഒളിച്ചിരിക്കുകയാണ്. നമ്മളെ പിന്നാലെയുള്ള ഒരുപാട് പോലീസുകൾ പോയിക്കോളും. ഇനി നമ്മൾ ഈ വണ്ടി നമ്മൾ നേരെ വീട്ടിൽ കൊണ്ടുവിടുക, പിന്നെ അടുത്ത വണ്ടി എടുക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി ഫസ്റ്റ് നമ്മളിനി വീട്ടിൽ കൊണ്ടുപോയിട്ടാ ഗൈസ്. ഇനി അതേ വഴിയുള്ളൂ ഗൈസ്. നമ്മൾ വീട്ടിലെത്തി. ഇനി ഇത് നമ്മൾ ഗാരേജിൽ കൊണ്ടുപോയിടാം ഗൈസ്. കിടക്കാച്ച് പോർഷാണ് ഇവിടെ. ഇത് നമുക്ക് വിറ്റ് എത്ര പൈസ കിട്ടുമെന്ന് അറിയില്ല ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ പാർക്ക് ചെയ്യാം. ഇനി അടുത്ത വണ്ടി എന്താണ് എവിടെ നിന്ന് ഒപ്പിക്കും ഗൈസ്? അപ്പോൾ ഗൈസ് അടുത്ത സ്ഥലത്ത് പോകാൻ പുറത്തുനിന്ന് ആരെങ്കിലും വണ്ടി എടുക്കാം ഗൈസ്. അപ്പോൾ ഇവിടെ ആരെങ്കിലും ഗൈസ് ഒരു ബൈക്ക് മുമ്പ് കൂടെ ഗൈസ്. അവിടെ ഒരാൾ സൈക്കിളൊന്നും ഓടിക്കണം. ആ സൈക്കിളൊന്ന് മോഷ്ടിക്കാം ഗൈസ്. മാറിക്കടാ, തെറിച്ചിപ്പോ. അയ്യോ മോനെ, എന്നെ കട്ടല്ലേ, എൻ്റെ സൈക്കിൾ തോടെ പൊന്നെ. നീ പോടാ വേട്ടവാളിയാ. അയാളുടെ കയ്യിൽ നിന്ന് സൈക്കിളൊക്കെ എടുത്തോളൂ. ഇനി നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം ഗൈസ്. പോലീസ് സ്റ്റേഷനിൽ അടുത്ത വണ്ടി എടുക്കണേ. ഇനി അവിടേക്ക് പോവാം ഗൈസ്. നമ്മൾ പോലീസ് സ്റ്റേഷൻ എത്തിയിരിക്കുന്നു. ഇനി മുന്നിൽ കൂടെ പോയ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ മതിൽ ചാടാം. ഇതെങ്ങനെ ഇപ്പോൾ ചാടും ഗൈസ്? നമ്മൾ ഒന്ന് ചാടാൻ വയ്ക്കണില്ല ഗൈസ്. അപ്പോൾ നമ്മൾ സൈക്കിളിന്മേൽ കയറാം ഗൈസ്. ഇനി ഒന്നുകൂടി ചാടിയാൽ എത്തി ഗൈസ്. പോലീസ് വണ്ടിയൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി ഗൈസ്, ആ നിൽക്കണ വണ്ടി ഗൈസ് ഒരു ബ്ലാക്ക് കിടക്കാച്ചൊരു വണ്ടി നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് അവിടെ എന്തോ വെച്ചിരിക്കണു. അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പോയിരിക്കാം. അപ്പോൾ ആരും കാണൂലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ പോവാം ഗൈസ്. അവിടെ പോലീസുമാരൊക്കെ നിൽക്കുന്നുണ്ട്. അതാ ഗൈസ് കിടക്കാച്ച ബ്ലാക്ക് വണ്ടി. ഇതാ ഗൈസ് ബൊലോറ കാറാണ് ഗൈസ്. പക്ഷെ എന്തോ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ഗൈസ്. സീൻ സാധനം ഗൈസ്. ഒച്ചൊന്നും കേട്ടിട്ടില്ല, എനിക്ക് തോന്നിയതായിരിക്കും ഗൈസ്. ഇനി നമുക്ക് വീട്ടിലേക്കുള്ള ലൊക്കേഷൻ എടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം ഗൈസ്. ഗൈസ് നമ്മൾ പോലീസുള്ള സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോകാം. ടൈമൊന്നുമില്ല ഗൈസ്. നമ്മൾ വീട്ടിൽ ഇവിടെ എത്തി. ഇപ്പോൾ ഇനി ഇത് നേരെ ഗാരേജ് കൊണ്ടുപോയിടാം. ഈ മൂന്നാമത്തെ വണ്ടി എവിടെ അറിയില്ല നിൽക്കണത്. അപ്പോൾ നമ്മൾ നേരെ ഗാരേജ് കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. ഗൈസ് അപ്പോൾ നമ്മൾ ഈ ഗാരേജിലാണ് കൊണ്ടുപോയിരുന്നത്. നമ്മൾ പോർഷ നിൽക്കണം ഗൈസ്. അപ്പോൾ ഇതോടെയും വിറ്റാൽ എത്ര പൈസ കിട്ടുമെന്ന് അറിയില്ല. അത് പൈസയുടെ നല്ല ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി എടുക്കാൻ പോകണമെങ്കിൽ വാസേട്ടനോട് ചോദിക്കണം. അപ്പോൾ വാസേട്ടാ അടുത്ത കാറിൻ്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞായോ? അത് നമ്മളെ പ്രേതക്കൊട്ടല്ലേ, അവിടെയാണ്. നല്ല ടാക്കായ സ്പേസാണ്. നീ ഒന്ന് പോകൂലേ? വാസേട്ടാ പേടിയൊന്നുമില്ല. നമുക്കെന്ത് പേടി? നമ്മളൊന്ന് പോവും. പോയിട്ട് ആ കാർ അങ്ങോട്ട് എടുക്കും. വാസേട്ടൻ വിചാരിച്ചാൽ നമുക്ക് പേടിയൊക്കെയാണ് ഗൈസ്. അപ്പം നമ്മൾ അവിടെ പ്രേതക്കോട്ടൻ്റെ അവിടെ ഇതിടാം ലൊക്കേഷൻ. ഇവിടെ ഒക്കെയാണ് ഗൈസ്. കിട്ടി. പിന്നെ നമ്മൾ സൈക്കിളായിട്ട് പോവാം ഗൈസ്. നമ്മൾ കിടക്കാച്ച സൈക്കിളാണ്, കീറുള്ള സൈക്കിളാണ് ഗൈസ്. ഇതെടുത്ത് നമ്മൾ പോവാം ഗൈസ്. അപ്പോൾ സൈക്കിൾ എടുത്ത് പോകണം ഗൈസ്. നമ്മളെ സൈക്കിള് വെള്ളത്തിൽ വീണ് ഗൈസ്. അപ്പോൾ നമുക്ക് പിന്നെ എടുക്കാം ഗൈസ് ആ സൈക്കിള് വെള്ളത്തിൽ നിന്ന്. അപ്പോൾ ഇനി പറ്റൂല അത്. ഇനി ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ പുറത്ത് പോയി ഒരു വണ്ടി എടുക്കണം. ആരെങ്കിലും ഒരു വണ്ടി എടുക്കണം ഗൈസ്. നമുക്ക് ലാസ്റ്റ് ഒരു ബസ് കിട്ടി ഗൈസ്. ഇതേറ്റ് നമുക്ക് നമ്മളെ പ്രേതക്കോട്ടയിലേക്ക് പോകണം. കുറച്ച് ദൂരെ ഗൈസ്. അപ്പോൾ നമ്മൾ പ്രേതക്കോട്ടയിൽ എത്തിയിരിക്കുന്നു.
ആ കാണുന്ന പ്രേതക്കോട്ട ഈ നാട്ടുകാരൊക്കെ പ്രേതക്കോട്ട വിളിക്കാറുണ്ട്. നമ്മളെ ചില ആൾക്കാരൊക്കെ പ്രേത വീട് അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ പ്രേത വീട് പോലെ തന്നെ ഗൈസ്. ഇപ്പോൾ ഗൈസ് പ്രേതം ഉണ്ടോയെന്ന് നമുക്കറിയില്ല. നമ്മൾ പോയി നോക്കാം ഗൈസ്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറണം ഗൈസ്. ഇവിടെ ഒന്നും ഒരാളും ഇല്ല ഗൈസ്. നമുക്ക് മേലെ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കാം. മേലെ എവിടെയെങ്കിലും കാർ ഉണ്ടോയെന്ന് നോക്കാം. നല്ല പേടിപ്പെടുത്തുന്നൊരു വീടാണ് ഗൈസ്. ഇപ്പോൾ ഗൈസ് ഇപ്പോൾ ഇവിടെ ഒന്ന് ഒരാളും പോലും ഇല്ല. ആദ്യം ഒരാളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാളും പോലും ഇല്ല ഇവിടെ. ഒക്കെ ഒരു ഇതുപോലെ ഒരു കച്ചറൊക്കെ ഗൈസ്. ഗൈസ് ഇത് അടിയിലേക്കൊന്ന് പോയി നോക്കാം ഗൈസ്. അടിയിൽ ഈ ഗാരേജിലൊരു വണ്ടിയൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. നമ്മൾ മുകളിൽ തിരഞ്ഞു നോക്കിയിട്ട് ഇപ്പോഴാണ് കാണുന്നത് ഗൈസ്. ഒരു ഫോർച്യൂണർ ഗൈസ്. ഇപ്പോൾ റെഡ് കിടക്കാച്ചി ഒരു ഫോർച്യൂണറാണ് കിട്ടിയത് ഗൈസ്. ഇവിടെ അധികം ഡേഞ്ചറാണ്. ഇപ്പോൾ ഒരു സിംഹമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോവാം. ഇവിടെ ഫോറസ്റ്റാണ് ഗൈസ്. അപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ സൈഡിലൊക്കെയാണ് ഈ പ്രേത വീട് പ്രേതക്കോട്ട ഒക്കെ പറയണേ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇടിച്ചേറ്റ് അറിയാം ഗൈസ്. അപ്പോൾ അടുത്ത നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം പോകുന്നു. അപ്പോൾ അടുത്ത ഫോറസ്റ്റ് ഇത് നമ്മൾ ഈ ഫോറസ്റ്റ് മറികടന്ന് നേരെ നമ്മൾ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴത്ത് ബെല്ലൈക്കൺ ഉണ്ടാകും, കമൻറ്റ് ചെയ്യുക. ഈ കാറിൽ ഏതാ ഇഷ്ടപ്പെട്ടത് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്.